എന്താണ് നമ്മുടെ വിഷയം? കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഒടുവിൽ പറഞ്ഞ 3 വാക്കുകൾ: രാജ്യവും ശക്തിയും മഹത്വവും. കിങ്ഡം, പവർ ആൻഡ് ഗ്ലോറി. ഇതിൽ രാജ്യം എന്താണെന്ന് ചിന്തിച്ചു, ശക്തി എന്താണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തി എന്നതിന് അധികാരം എന്നർത്ഥമുണ്ടല്ലോ, പവർ. പല അധികാരങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ശരീരത്തിൻ്റെ ശക്തി, മസിലിൻ്റെ ശക്തി, അതുപയോഗിച്ച് മറ്റൊരാളെ കീഴടക്കി ഭരിച്ചിരുന്ന ഒരു കാലം, അങ്ങനെ ഒരു കാലം മനുഷ്യകുലത്തിനുണ്ട്. ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യനെ കീഴടക്കി അധികാരം ഉപയോഗിച്ചിരുന്ന ഒരു കാലം അന്നുമുണ്ട്, ഇന്നുമുണ്ട്. പണം ഉപയോഗിച്ച് മനുഷ്യനെ കീഴടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അതെ, മസിൽ പവർ, മൈൻഡ് പവർ, മണി പവർ, ഇതൊക്കെ ഇപ്പോഴും നിലവിലുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പിന്നീട് ഈ പ്രകൃതിയിൽ, പ്രപഞ്ചത്തിൽ കുറേ പവറുണ്ട്, കുറേ ശക്തികളുണ്ട്. അതിൽ നിന്ന് ചിലതെല്ലാം മനുഷ്യൻ ഡെവലപ്പ് ചെയ്തെടുത്ത് മനുഷ്യൻ്റെ ഉപയോഗത്തിന് വേണ്ടി അതിനെ ഭാവഭേദം വരുത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് വിദ്യുച്ഛക്തി അതിൽപ്പെട്ടതാണ്, ആറ്റോമിക് പവർ അതിൽപ്പെട്ടതാണ്. ഇങ്ങനെ പലതുമുണ്ട്. കാറ്റ് ഒരു ശക്തിയാണ്, ഒരു പവറാണ്. അതിനെ മനുഷ്യൻ ഉപയോഗിക്കുന്നുണ്ട്. അത് ചില സമയത്ത് ദോഷമായിട്ടും വരുന്നുണ്ട്. ഇങ്ങനെ ധാരാളം ശക്തിയും ധാരാളം അധികാരങ്ങളും നമ്മുടെ കണ്ണിന് മുമ്പിലുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മളെന്തിനാണ് പഠിക്കുന്നത്? നമ്മൾ പഠിക്കുന്നത്, നമ്മളിത് പഠിക്കണമെന്ന് യേശുദമ്പുരാൻ പറഞ്ഞു. ഏതാണ് ആ വിഷയം? കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്കകത്ത് നമുക്ക് തോന്നും അത് വെറുതെ പറഞ്ഞതാണെന്ന്. ഒരിക്കലും അല്ല. ആ പ്രാർത്ഥന അവസാനിപ്പിക്കാൻ നേരത്തെ കർത്താവ് പറയുന്നത് ശ്രദ്ധിച്ചോ? രാജ്യവും ശക്തിയും മഹത്വവും. 3 ഒന്നല്ല, 3 മൂന്നാണ്. 3 നിസ്സാരമല്ല, 3 വളരെ വലുതാണ്. ആദ്യം മുതൽ പറഞ്ഞു വന്ന എല്ലാ വിഷയങ്ങളെക്കാളും ശക്തമായ ആഴമുള്ള ആശയങ്ങൾ പറഞ്ഞവസാനിപ്പിക്കുകയാണ് പ്രാർത്ഥനയുടെ ഒടുവിൽ. നമ്മൾ ഇത്രയും കാലം അറിയാതെ പറഞ്ഞു, ഇനി നമുക്ക് ബോധപൂർവം അറിഞ്ഞു പറയാം: കർത്താവേ, രാജ്യം നിനക്ക്, അധികാരം നിനക്ക് എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ അധികാരത്തെക്കുറിച്ച് നാം ബോധവാന്മാരാകണം. അപ്പോൾ യേശുവിൻ്റെ അധികാരത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ പഠനമാണ് ഇന്ന് നാം നടത്താൻ പോകുന്നത്. അതിന് നാം വായിച്ച വാക്യം ശ്രദ്ധിച്ചല്ലോ, മത്തായി 28:18. യേശു അടുത്തു ചെന്നു: സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്കുണ്ട്. മരിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവാണ് ഇത് പറഞ്ഞത്. യേശുവിൻ്റെ അധികാരങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. യേശുവിൻ്റെ അധികാരം ഏതെല്ലാം മേഖലകളിലുണ്ട്. ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ ഒരു രോഗശാന്തിക്ക് വേണ്ടി യേശുവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ഉണ്ടായ സംഭവം ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്. ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഞാൻ വന്നവനെ സൗഖ്യമാക്കാമെന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു വരണ്ട. പട്ടാളക്കാരൻ പറഞ്ഞു വരണ്ട, നീ പറഞ്ഞാ മതി. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളുടെ കീഴിലുള്ളവർ അനുസരിക്കും. അതുകൊണ്ട് കർത്താവെ, നീ പറഞ്ഞാൽ മതി. ഇവിടെ നിന്ന് 35 കിലോമീറ്റർ അകലെ കിടക്കുന്ന എന്റെ രോഗി നീ ഇവിടെ നിന്ന് പറഞ്ഞാൽ സൗഖ്യമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നിന്റെ അധികാരത്തെക്കുറിച്ച് ഞാൻ ബോധവാനാണ്. എനിക്കിന്ന് നിങ്ങളോട് ചോദിക്കുവാനുള്ളത്, യേശുവിന്റെ അധികാരത്തെക്കുറിച്ച് താങ്കൾ ബോധവാനാണോ? യേശുവിന്റെ അധികാരത്തെക്കുറിച്ച് നിങ്ങൾ എന്തുമാത്രം ആഴത്തിൽ അറിഞ്ഞിട്ടുണ്ട്? യേശുവിന്റെ അധികാരത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ സ്വതന്ത്രനാകും. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നിങ്ങളെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുന്നുണ്ടോ? നിങ്ങളെ ആരെങ്കിലും കേസിൽ കുടുക്കിയിട്ടുണ്ടോ? നിങ്ങൾക്കെതിരെ അധികാരം ഉപയോഗിക്കുന്ന ഒരു അയൽക്കാരനുണ്ടോ? നിങ്ങളുടെ ഒരു ശത്രുവായ മനുഷ്യൻ അയാളുടെ അധികാരം നിങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നുണ്ടോ?
നിങ്ങൾക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞോ, നിങ്ങൾക്കെതിരെ കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്ത് നിങ്ങളെ ഉപദ്രവിക്കുന്ന ഒരാളുണ്ടോ? പേടിക്കണ്ട, യേശുവിന്റെ അടുക്കൽ വാ. ഇതിന്റെ എല്ലാം മുകളിൽ അധികാരമുള്ളവനാണ് കർത്താവായ യേശു എന്ന് തികഞ്ഞ അനുഭവത്തിൽ നിന്ന് പറയാം. നിനക്ക് ഈ ഭൂമിയിൽ നീതി കിട്ടാതെ പോകുന്നുണ്ടോ? ന്യായം കിട്ടാതെ പോകുന്നുണ്ടോ? അർഹതപ്പെട്ടത് പലതും ആരെങ്കിലും നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? ന്യായമായത് കവർന്നെടുത്തിട്ടുണ്ടോ? പേടിക്കണ്ട, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവുമുള്ള യേശുവിനെ സമീപിക്ക്. പട്ടാള ഉദ്യോഗസ്ഥൻ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് അധികാരത്തിന്റെ വില അറിയാം. അത് ഭയങ്കരമാണ്. നീ ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞാൽ എന്റെ രോഗി അവിടെ സൗഖ്യമാവും. കാരണം നിനക്ക് അധികാരമുണ്ട്. അധികാരം എന്ന് പറയുന്നത് പവർ, അത് ആഴത്തിൽ ഗ്രഹിച്ചാലേ യേശുവിനെ നമുക്കറിയാൻ പറ്റുള്ളൂ. സാധാരണ മതങ്ങളെക്കുറിച്ചുള്ള ചിന്തയല്ലിത്. ഏതെങ്കിലും ഒരു കാണിക്കവഞ്ചിയിൽ കാശിടുന്നതോ എന്തെങ്കിലുമൊക്കെ കയ്യും കൊണ്ട് കാണിച്ച് ദൈവമെന്ന് വിചാരിക്കുന്നതോ അങ്ങനെയുള്ളൊരു കാര്യമൊന്നുമല്ല സുവിശേഷത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സാക്ഷാൽ യേശുക്രിസ്തുവിന് എന്റെ വിഷയത്തിന്മേൽ അധികാരമുണ്ട്. അധികാരത്തെക്കുറിച്ച് ഞാൻ ഉദാഹരണം പറയാം. നിങ്ങൾ വാഹനം ഓടിക്കുന്ന ഒരാളാണെന്നിരിക്കട്ടെ. 60 മൈൽ സ്പീഡിൽ നിങ്ങൾ കാർ ഓടിച്ചു പോകുന്നു. നിങ്ങളുടെ കാറ് ഒരു പട്ടണത്തിലേക്ക് എത്തുന്നു. ആ പട്ടണത്തിലെ മെയിൻ കവാടത്തിങ്കൽ നിന്നുകൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ STOP എന്നെഴുതിയ ഒരു ചുമന്ന ബോർഡ് ഉയർത്തി കാണിക്കുന്നു. 65 മൈൽ സ്പീഡിൽ പോയ നിങ്ങളുടെ വണ്ടി ബ്രേക്ക് ചെയ്തു, നിങ്ങൾ അവിടെ തന്നെ നിർത്തി. വാസ്തവത്തിൽ നമ്മളിവിടെ ശക്തി എന്ന് പറയുന്ന ആ ശക്തിയേക്കാൾ ശക്തി അധികാരത്തിനുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായോ? 65 മൈൽ സ്പീഡിൽ വരുന്ന വണ്ടിക്ക് ഭയങ്കര ശക്തിയുണ്ട്. അത് വന്നിടിച്ചാൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ അപ്പം മരിക്കും. പക്ഷെ ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ കയ്യിലിരിക്കുന്ന സ്റ്റോപ്പ് എന്ന ബോർഡിന് ഈ കാറിന്റെ ശക്തിയേക്കാൾ അധികാരമുണ്ട്. അപ്പോൾ മലയാളത്തിൽ ശക്തി എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്ക് അധികാരമെന്ന് മനസ്സിലാകുമ്പോഴേ നമുക്ക് കാര്യം പിടികിട്ടുള്ളൂ. അധികാരത്തിന്റെ മുൻപിൽ ശക്തി ഒന്നുമില്ല. നിന്റെ രോഗം ഒരു രോഗത്തിന്റെ ഒരു ശക്തിയാണെന്നിരിക്കട്ടെ, എന്നാൽ യേശു അധികാരവുമായിട്ടാണ് വരുന്നത്. യേശു അധികാരമുള്ളവനാണ്. ഈ വിഷയം നാം പഠിക്കുന്നത്, ഈ വിഷയം നാം കേൾക്കുന്നത് കൂടുതൽ ഉയർന്ന അളവിലേക്ക് നമ്മുടെ ആത്മീയത വരും. ഇത് നാം മനസ്സിലാക്കണം. യേശു അധികാരമുള്ളവനാണ്. ഇതാണ് ഈ പട്ടാളക്കാരൻ പറഞ്ഞത്. കർത്താവേ, നീ വരണ്ട, നീ പറഞ്ഞാൽ മതി. എന്തൊരു വിശ്വാസം അല്ലേ! യേശു അത് കേട്ടിട്ട് പറഞ്ഞത് എന്താണെന്ന് മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്. യേശു ഇത് കേട്ടിട്ട് ആശ്ചര്യപ്പെട്ടു. ഇസ്രായേലിൽ പോലും ഇങ്ങനെയുള്ള വിശ്വാസം ഇല്ലെന്ന്. ഇത് പറഞ്ഞ സമയത്ത് അവിടെ സൗഖ്യം നടന്നു. ഏറെക്കുറെ 10-25 മൈൽ അകലെ ആ മനുഷ്യൻ സൗഖ്യമായെന്ന് ബൈബിൾ എഴുതിയിരിക്കുക. ബൈബിളിൽ കള്ളത്തിൽ എഴുതിയിട്ടില്ല, സത്യം എഴുതിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുന്ന് 15 മൈൽ അകലെ, 25 മൈൽ അകലെ തൊടുപുഴയെ ഈ വചനം കേട്ടുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് സൗഖ്യം കിട്ടും വിശ്വസിച്ചാൽ. ഈ ആഴ്ചയിൽ തൊടുപുഴയിൽ നിന്ന് 1-2 സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഓരോ ദിവസം പോലും മുടങ്ങാതെ കേൾക്കുന്നുണ്ട്. വളരെ നന്ദി, ആ വിവരം ഞങ്ങളെ അറിയിച്ചതിന് നന്ദി. ഈ മെസ്സേജ് ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ദൂര വിഷയമല്ല. യേശുവിന്റെ അധികാരം നിങ്ങളുടെ ശരീരത്തിൽ വന്ന് അത് സൗഖ്യമായി മാറും. നിങ്ങളുടെ വീട്ടിൽ വന്ന് അത് വിടുതലായി മാറും. നിങ്ങളുടെ പ്രശ്നത്തിനകത്ത് വന്ന് അത് മോചനമായി മാറും. വിശ്വസിച്ചാൽ അതങ്ങനെ സംഭവിക്കും. ആ പട്ടാള ഉദ്യോഗസ്ഥൻ യേശുവിനോട് പറയുക, എനിക്ക് അധികാരത്തിന്റെ വില അറിയാം, എനിക്ക് അധികാരത്തിന്റെ വില അറിയാം. അതേ പ്രിയപ്പെട്ടവരെ, അധികാരം ഉള്ളവനാണ് യേശു. അതാണ് ആ പ്രാർത്ഥനയ്ക്കകത്ത് നമ്മൾ സമ്മതിക്കുക. കർത്താവേ, പവർ നിനക്കാണ്, പവർ നിനക്കാണ്, പവർ നിനക്കാണ്. രാജ്യവും ശക്തിയും മഹത്വവും. മഹത്വത്തെക്കുറിച്ച് ഞാൻ പിന്നീട് ചിന്തിക്കും. അധികാരത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയാണ്. അധികാരം, യേശുവിൻ്റെ അധികാരം ഏതൊക്കെയാണ്? വായിച്ച വാക്യം ഓർക്കുക. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും. വലിയൊരു വിഷയത്തിലേക്ക് നമ്മൾ വരികയാണ്. സ്വർഗത്തിൽ ഭൂമിയിൽ സകല അധികാരവും. ഇത് യേശു തെളിയിച്ചു ഭൂമിയിൽ വെച്ച്.
ഒന്നാമത് യേശു അത് തെളിയിച്ചത് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലാണ്. നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കുക, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 10 വരെ. അവിടെ വായിക്കുന്ന ഇതാണ്: ഗലീലയിലെ കാന എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കല്യാണം. ആ കല്യാണത്തിന് യേശുവിനെ ക്ഷണിച്ചിരുന്നു. യേശു ആ കല്യാണത്തിന് പോയി. ആ കല്യാണത്തിൽ എന്ത് സംഭവിച്ചു? ആ കല്യാണത്തിലെ പ്രധാന ഭക്ഷണപാനീയങ്ങളിൽ ഒരൈറ്റം തീർന്നുപോയി. അപ്രതീക്ഷിതം സംഭവിച്ചു. ഉടനെ കർത്താവിൻ്റെ അമ്മ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ലെന്ന്. യേശു പറഞ്ഞു, എൻ്റെ സമയം ഇതുവരെ ആയിട്ടില്ല. അത് കഴിഞ്ഞ് അവർ യേശുവിൻ്റെ അടുക്കൽ ചെന്നു. യേശു അവരുടെ സങ്കടം കേട്ടു, അവരുടെ വിഷയത്തിൽ ഇടപെട്ടിട്ട് ആ വിഷയം പരിഹരിച്ചു കൊടുത്തു. എങ്ങനെ പരിഹരിച്ചത്? യേശു പറഞ്ഞു, ആ കിണറ്റിലെ വെള്ളം കോരി കൽപ്പാത്രത്തിൽ നിറയ്ക്കാൻ പറഞ്ഞു. ഈ സംഭവത്തെക്കുറിച്ച് ഞാൻ വിവരിക്കുന്നില്ല. സംഭവത്തെക്കുറിച്ച് അടുത്തൊരു ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും നാം ചിന്തിക്കും. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേറൊരു കാര്യമാണ്. കിണറ്റിൽ കിടന്ന വെള്ളം യേശു പറഞ്ഞു കോരി ഒരു പാത്രത്തിൽ ഒഴിച്ചു. എന്ത് സംഭവിച്ചു? ആ വെള്ളം വീഞ്ഞായിട്ട് മാറി. യാതൊരു കെമിക്കലും രാസവസ്തുക്കളും യേശു ഉപയോഗിച്ചിട്ടില്ല. കിണറ്റിലെ വെള്ളം ഇപ്പോഴും വെള്ളം തന്നെയാണ്. വീഞ്ഞ് കലക്കിയ പാത്രം അകത്താണ്. എവിടെയാണ്? അത് കലവറയിലാണ്. കലവറ. യേശു വെള്ളം വീഞ്ഞാക്കിയതോ മുറ്റത്തിരിക്കുന്ന പാത്രത്തിൽ. എടുത്തു പറഞ്ഞിട്ടുണ്ട് കൽപ്പാത്രത്തിൽ. എന്തിനാണെന്നറിയാമോ? അകത്തേതെടുത്ത് വെള്ളം നീട്ടിയതല്ല. വ്യക്തമാകാൻ വേണ്ടി അങ്ങനെ ചെയ്ത്. അകത്തിരിക്കുന്ന സാധനത്തിനകത്തോട്ട് അല്പം വെള്ളം ചേർത്തിട്ട് പഞ്ചസാര ഇട്ടാലും അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അതല്ല, ഒരു പൗഡർ കലക്കിയതല്ല. ആയിരക്കണക്കിന് കല്യാണത്തിൽ വന്നിരിക്കുന്ന ആളുകളുടെ കണ്ണിന് മുമ്പിൽ വെച്ച് കിണറ്റിലെ വെള്ളം കോരി കല്ലുകൊണ്ടുണ്ടാക്കി വെറും വില കുറഞ്ഞ പാത്രത്തിൽ. അതിനകത്തൊക്കെ വലിയ സന്ദേശമുണ്ട്. വെള്ളം കോരി ഒഴിച്ചു. യേശു പറഞ്ഞ് കോരി കൊടുത്തോളാൻ പറഞ്ഞു. യേശു പറഞ്ഞപ്പോൾ വെള്ളം വീഞ്ഞായി. മാജിക്കല്ല, മന്ത്രമല്ല, കൺകെട്ടല്ല. ഇതിനെയൊക്കെ ദുര്യാഖ്യാനം ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ വേദപുസ്തകത്തിൻ്റെ സത്യം അങ്ങനെയല്ല. അവിടെ മാജിക്കല്ല നടന്നത്, അത് കൺകെട്ടല്ല, അത് യേശുവിൻ്റെ അധികാരമാണ്. അതെന്താ? വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ നാം ഗ്രഹിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഈ വെള്ളം ഉണ്ടായത് എങ്ങനെയാണ്? ഉണ്ടാകട്ടെ എന്ന് തമ്പുരാൻ പറഞ്ഞപ്പോൾ ഉണ്ടായി. ഭൂമി ഉണ്ടായത് എങ്ങനെയാണ്? ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോഴുണ്ടായി. വൃക്ഷങ്ങളുണ്ടായത് എങ്ങനെയാണ്? മത്സ്യങ്ങളുണ്ടായത് എങ്ങനെയാണ്? മൃഗങ്ങളുണ്ടായത് എങ്ങനെയാണ്? മനുഷ്യനൊഴിച്ച് ബാക്കിയെല്ലാം ഉണ്ടായത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ്. അവൻ കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു. ഇതെന്താണ്? ഇത് അധികാരമാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞാൽ എൻ്റെ മക്കൾ കേൾക്കും, എൻ്റെ കുടുംബത്തിലുള്ളവർ കേൾക്കും. അതെ, എനിക്കിവിടെ ഒരു അധികാരമുണ്ട്. എൻ്റെ ചർച്ചിലുള്ള ആളുകൾ അനുസരിക്കും, എനിക്കൊരു അധികാരമുണ്ട്. പക്ഷേ ഈ പഞ്ചായത്തിലുള്ളവരോട് അനുസരിക്കില്ല. ഇനി അഥവാ ഞാൻ ഇവിടുത്തെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിൽ കുറേ പേരുടെ അനുസരിക്കും, അല്ലേ? പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി പറയുകയാണ്, നാളെ ഈ രാജ്യത്ത് കിടക്കുന്ന മുഴുവൻ മണ്ണും പഞ്ചസാരയായി മാറട്ടെ. നടക്കില്ല. എന്നാൽ ഈ രാജ്യത്തെ പാവങ്ങൾക്ക് നാളെ മുതൽ ഓരോ കിലോ അരി സൗജന്യമായിട്ട് കൊടുക്കുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സംഭവിക്കും. അത് ചിലപ്പോൾ സംഭവിക്കും. അതിൽ അദ്ദേഹത്തിന് അധികാരമുണ്ട്. ഇവിടുത്തെ ജില്ലാ കലക്ടർ പറയുകയാണ്, നാളെ ഈ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. അധികാരമുണ്ട്, നടക്കും. പക്ഷെ നാളെ ഇവിടെ മഴ പെയ്യണ്ടെന്ന് പറയാൻ ജില്ലാ കലക്ടർക്ക് പറ്റില്ല, മുഖ്യമന്ത്രിക്ക് സാധ്യമല്ല. അധികാരം മനസ്സിലായോ? യേശു കല്യാണം വേണ്ടി ചെയ്തത് എന്താണ്?
വസ്തുക്കളുടെ മേലുള്ള അധികാരം. വസ്തുക്കളുടെ മേലുള്ള അധികാരം. വെള്ളത്തെ മുന്തിരിച്ചാറാക്കി മാറ്റിയത് മാജിക്കല്ല, കൺകെട്ടല്ല. സർവശക്തൻ്റെ പരമാധികാരം വസ്തുക്കളുടെ മേലുണ്ടെന്ന് ഇതിനു മുമ്പ് നാം ചിന്തിച്ചതാണ്. പിശാച് യേശുവിനോട് പറഞ്ഞു, കല്ല് അപ്പമായി തീരാൻ പറ. അതിനകത്തൊരു മറഞ്ഞു കിടക്കുന്ന മർമ്മം, അന്ന് ഞാൻ പറയാതിരുന്നൊരു മർമ്മം പറയാം. യേശുവിന് അധികാരം ഉണ്ടെന്ന് അവനറിയാം, പിശാചിനറിയാം. കല്ല് അപ്പമാക്കാൻ മാജിക് ഒന്നും വേണ്ട, പറഞ്ഞാൽ മതി. പറയേണ്ടതും പറയണം. പിശാച് പറഞ്ഞാൽ നടക്കില്ല. യേശു പറഞ്ഞാൽ കല്ല് അപ്പമാകുമെന്നുള്ള കാര്യം പിശാചിനറിയാം. കാരണം പിശാച് ആരാണെന്ന് കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ ദൂതഗണത്തിൽ അതിശ്രേഷ്ഠനായവനായിരുന്നു. ഇപ്പോൾ പിശാചായിട്ട് ദൈവത്തിന് മനുഷ്യനുമെതിരെ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ അവൻ്റെ അന്ത്യവും ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അവനറിയാം ദൈവപുത്രൻ്റെ അധികാരം എത്ര ഭയങ്കരമാണ്. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കുക. എന്തൊരു ഭയങ്കര പ്രസ്താവനയാണ്. പറയേണ്ടവൻ പറഞ്ഞാൽ കല്ലും അപ്പമാകും. എന്തിനാ നമ്മളിപ്പോൾ ചിന്തിക്കുന്നതെന്നറിയാവോ? നിന്റെ വീട്ടിലെ ആ പ്രശ്നം പരിഹരിക്കാൻ ഈ ഭൂമിയിൽ ആര് പറഞ്ഞാലും നടക്കില്ല. എന്നാൽ നാം വിശ്വസിക്കുന്ന യേശു ഒരു വാക്ക് പറഞ്ഞാൽ ആ കീറാമുട്ടിയായ ആ പ്രശ്നമുണ്ടല്ലോ, ഇന്ന് മാറാൻ പോവുക. അതെ, ആ അഴിച്ചിട്ടഴിയാത്ത ആ കെട്ട് അഴിഞ്ഞങ്ങ് മാറും. ഏറിയ നാളായിട്ട് നോയമ്പ് നോറ്റിട്ടും മല കയറിയിട്ടും വഴിപാട് കഴിച്ചിട്ടും ഒരനക്കവും ഇല്ലാത്ത ആ പ്രശ്നമുണ്ടല്ലോ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ വിശ്വസിച്ച് കർത്താവിനെ അങ്ങ് ഏൽപ്പിക്കുക. കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ ആ മല മാറിപ്പോകും, ആ രോഗം മാറിപ്പോകും. വസ്തുക്കളുടെ മേൽ അവന് അധികാരമുണ്ട്. വസ്തുക്കളുടെ മേൽ അവന് അധികാരമുണ്ട്. അതെ, വസ്തുക്കളുടെ മേൽ അവന് അധികാരമുണ്ട്. തീർന്നില്ല. ഒരു ദിവസം യേശു ശിഷ്യന്മാരും കൂടെ ഒരു ബോട്ടിൽ യാത്ര ചെയ്യുകയാണ്. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ യേശു അതിൻ്റെ ഒരറ്റത്തോട്ട് തല ചായ്ച്ചു വെച്ചിരുന്ന് ഉറങ്ങി. പെട്ടെന്നാണ് കാറ്റടിച്ചു, കടലിളകി, വെള്ളം വള്ളത്തിനകത്തോട്ട് കയറാൻ തുടങ്ങി. നിയന്ത്രിക്കാൻ മേലാതെ കാര്യങ്ങൾ കുഴഞ്ഞു. പത്രോസ് കരയാൻ തുടങ്ങി. ശിഷ്യന്മാർ വാവിട്ട് കരഞ്ഞു. മുഴുവൻ പേരും മരിക്കുകയാണ്. പിറ്റേ ദിവസത്തെ പത്രത്തിൽ വരും, ബോട്ടിൽ യാത്ര ചെയ്തിരുന്ന 14 പേരടങ്ങിയ ഒരു സംഘത്തെ കാണാനില്ല എന്ന് പറയേണ്ട സാഹചര്യം വന്നു. ഒടുവിലത്തെ നിലവിളി ഉറക്കെ നിലവിളിച്ചു. കർത്താവ് ഇത് കേട്ടു. കർത്താവ് പറഞ്ഞു, എന്താ വിഷയം? ഞങ്ങൾ നശിച്ചു പോകുന്നില്ല, നിനക്ക് വിചാരമില്ലയോ? യേശു പറഞ്ഞു, എന്തിനാ ഭയപ്പെടുന്നേ? കർത്താവ് ശാന്തമായിട്ട് ആ വള്ളത്തിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, കാറ്റേ അടങ്ങുക, കടലെ ശാന്തമാകുക. ഇത് യോഗാഭ്യാസമല്ല, അല്ല, ഇത് കൺകെട്ടല്ല, ഇത് മന്ത്രവാദമല്ല. ഇവൻ സാക്ഷാൽ ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്. സഹോദരങ്ങളെ, ഇത് സത്യമാണ്. അവൻ സാക്ഷാൽ ഉടമസ്ഥനാണ്. അവൻ പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരു തിരമാല ഇവിടെയില്ല. ഇന്ന് ഈ സന്ദേശം ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് എന്തിനാണെന്ന് അറിയാമോ? നിന്നെ കൊണ്ട് നിയന്ത്രിക്കാൻ മേലാത്ത ആ പ്രശ്നമുണ്ടല്ലോ, ആ പ്രശ്നം യേശുവിന് വിട്ടുകൊട. അതാണ് ആ പ്രയറിൻ്റെ ഒടുവിൽ പറയുന്നത്, രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ സത്യം നമുക്ക് ഒന്നുകൂടെ ഗ്രഹിക്കാം. കീഴടങ്ങുക. കർത്താവേ, നിനക്കാണ് പവർ. യേശു പറഞ്ഞു, കാറ്റ് അടങ്ങുക. ഓ, നമ്മുടെ വീട്ടിൽ കിടക്കുന്ന കുരയ്ക്കുന്ന ഒരു നായോട് അടങ്ങെന്ന് പറഞ്ഞാൽ അടങ്ങോ? ഇണക്കി വളർത്തി ഇറച്ചിയും പാലും മുട്ടയും കൊടുത്ത് വളർത്തുന്ന നായ. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലോട് കയറി ചെല്ലുക. ഞാൻ അദ്ദേഹത്തിന് ഇൻറ്റിമേറ്റാണ്. ഞാൻ എപ്പോൾ ചെല്ലാണോ അവർ വളരെ കാത്തിരിക്കുക. പക്ഷേ ഇതൊന്നും അവിടുത്തെ നായ്ക്കറിയില്ല. നായ് കുരച്ച് കരയിളക്കുവാണ്. ആ പുള്ളി അവിടെ കിടന്ന് പറയുന്നു, നിർത്തണോ നിർത്തണോ, നമ്മുടെ ആളാടാ, വേണ്ടപ്പെട്ട ആൾ. ഇതൊന്നും നിന്നെ കൊണ്ടൊരു നായുടെ വായ അടയ്ക്കാൻ അധികാരമില്ല, കഴിയില്ല.
അപ്പോഴാണ് ദൈവപുത്രൻ തിരമാലയോട് പറയുക, കൊടുങ്കാറ്റിനോട് പറയുക, അടങ്ങുക. പിന്നെ അനങ്ങിയിട്ടില്ല. 2, കടലേ ശാന്തമാകുക. എന്താ അങ്ങനെ പറഞ്ഞേ? കാറ്റ് നിന്നാലും കടൽ നിൽക്കില്ല. കാറ്റടിച്ച് കടലിളകിയാൽ 48 മണിക്കൂർ കഴിയണം പിന്നെ കടലൊന്ന് ശാന്തമാകണമെങ്കിൽ. പക്ഷെ യേശു ഇടപെട്ടാൽ 48 മണിക്കൂർ വേണ്ട. ഇതൊരു മെസ്സേജ് ഉണ്ട്. 6 മാസം കഴിഞ്ഞാലും ഈ രോഗി എഴുന്നേൽക്കുകയെന്ന് ഡോക്ടർ പറഞ്ഞു. ദൈവപുത്രൻ തൊട്ടാൽ വേണ്ട, ഈ സമയം വേണ്ട. നിന്റെ സമയപരിധിക്ക് അപ്പുറത്ത് ദൈവത്തിന് ചെയ്യാൻ പറ്റും. വിശ്വസിക്കാമോ? പ്രിയപ്പെട്ടവരെ, സന്ദേശം ഒരു ബുദ്ധിയുടെ പരിപാടിയല്ല. ആത്മാവിനോട് ആത്മാവ് ഇടപെടുന്ന സമയമാണിത്. ആത്മാക്കളോട് ആത്മാവ് ഇടപെടുന്ന സമയമാണിത്. നിന്റെ ചിന്തയ്ക്കപ്പുറത്ത്, നിന്റെ കാൽക്കുലേഷൻ അപ്പുറത്ത്, നിന്റെ പദ്ധതിക്ക് അപ്പുറത്ത്, ഡോക്ടർ പറഞ്ഞതിനപ്പുറത്ത്, മന്ത്രവാദി പറഞ്ഞതിനേക്കാൾ അപ്പുറത്ത്, ആമേൻ, നിന്റെ അയൽക്കാരൻ കണക്കുകൂട്ടിയതിനേക്കാൾ അപ്പുറത്ത് കർത്താവിന് നിന്റെ മേൽ അധികാരമുണ്ട്. നിന്റെ മക്കളുടെ മേൽ അധികാരമുണ്ട്. നിന്റെ വിഷയത്തിന് മേൽ അധികാരമുണ്ട്. കർത്താവേ, അധികാരം നിനക്ക്. വിശ്വസിക്കേ, അങ്ങനെ സംഭവിക്കും. അതെ, ആ തിരമാലയോട് നോക്കിയിട്ട് യേശുമ്പുരാൻ പറയുകയാണ്, കാറ്റേ അടങ്ങുക. അപ്പോൾ അടങ്ങി. കടലേ ശാന്തമാകുക. ശാന്തമായി. പത്രോസ് തോമസിന്റെ മുഖത്തോട് നോക്കി ചോദിച്ചു, ഇവൻ ആരാ? അപ്പൊ നിന്റെ കൂടെ നടക്കുന്ന ഈ യേശു ആരാണെന്ന് നിനക്കറിയില്ലല്ലേ? നമ്മൾ ഈ കുരിശൊക്കെ വരയ്ക്കുമെങ്കിലും, നമ്മൾ ഈ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുമെങ്കിലും അവന്റെ അധികാരം എത്ര വലുതാണെന്ന് നാം അറിഞ്ഞിട്ടില്ല. അത് നാം അറിഞ്ഞാൽ നാം വേറെ വലിയ അധികാരങ്ങളുടെ ഒന്നും അടുക്കൽ ഓടുകയില്ല. നമ്മൾ കർത്താവിന് മുമ്പിൽ മുട്ടുകുത്തും. ഈ ഭൂമിയിൽ നമുക്ക് വെച്ചിട്ടുള്ള ഗവൺമെന്റിലെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ആവശ്യം വന്നാൽ കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവിടെ കൊണ്ടൊന്നും നിന്റെ വിഷയം തീരില്ല. നീ അങ്ങോട്ട് പോണതിന് മുമ്പ് പരമാധികാരിയുടെ മുമ്പിൽ മുട്ടുകുത്ത്. നീ നാളെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കാണാൻ പോവുകയാണോ? അതിന് മുകളിലൊരു അധികാരിയുണ്ട് കേട്ടോ. അതിന് മുകളിലൊരു ഓഫീസറുണ്ട്. അവന്റെ മുമ്പിൽ മുട്ടുകുത്ത്. നീ നാളെ ഒരു ഡോക്ടറെ കാണാൻ പോവുകയാണോ? നാളെ ഒരു ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങുന്ന എത്ര പേര് ഈ ശബ്ദം കേൾക്കുന്നുണ്ട്? നാളെ ഒരു ബിസിനസ് ഉറപ്പിക്കാൻ പോകുന്ന എത്ര പേര് ഈ ശബ്ദം കേൾക്കുന്നുണ്ട്? നാളെ ഒരു നിയമസഹായം തേടാൻ കോടതിയിലേക്ക് പോകുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഈ വചനം കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് കർത്താവായ യേശുവിന്റെ നാമത്തിൽ പറയുന്നു, ഇതിന്റെ എല്ലാ മേലധികാരി നിന്റെ വീട്ടിലുണ്ട്. ഇതിന്റെ എല്ലാ മേലധികാരിയായ കർത്താവായ യേശു നിന്റെ വീട്ടിലുണ്ട്. 2 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ഇതാ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിന്റെ അടുക്കൽ നിൽക്കുന്നു. അവന്റെ മുമ്പിൽ മുട്ടുകുത്ത്. ഭൂമിയിൽ ആരും നിന്നെ സഹായിക്കുന്നതിനേക്കാളും അധികാരത്തോടെ യേശു നിന്നെ സഹായിക്കും. അതേ, അവൻ അധികാരിയാണ്. എന്താണ് ഈ കടലിലെ സംഭവത്തിൽ വെളിപ്പെടുന്നത്? അവന് പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്. ഉണ്ട്. കല്യാണ വീട്ടിൽ നാം എന്തു പഠിച്ചു? അവന് വസ്തുക്കളുടെ മേൽ അധികാരമുണ്ട്. ഈ ബോട്ടിലെ അത്ഭുതത്തിൽ നാം എന്തു പഠിച്ചു? അവന് പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്. കാറ്റിന്റെ മേൽ, കടലിന്റെ മേൽ, തിരമാലയുടെ മേൽ, മഴയുടെ മേൽ, വെയിലിന്റെ മേൽ, ചൂടിന്റെ മേൽ, അഗ്നിയുടെ മേൽ അവന് അധികാരമുണ്ട്.